I keep my distance, but you still catch my eye. Tell me, baby, do you recognize me? Well, it's been a year, it doesn't surprise me. Merry Christmas, I wrapped it up and sang with an old saying, I love you, I meant it. Now I know what a fool I've been, but if you kiss me now, I know you fool me again. Last Christmas I gave you my heart, but the very next day you gave it away. This year, to save me from tears, I'll give to someone special. Last Christmas I gave you my heart, but the very next day you gave it away. This year, to save me from tears, I'll give to someone special. Friends with tired eyes, I'm hiding from you and your hollow eyes. My God, I thought you were someone to rely on. Me, I guess I was a shoulder to cry on, a face on a lover with a paradise heart. A man undercover, but he tore me apart. Now I found a reason, now you'll never fool me again. Last Christmas I gave you my heart, but the very next day you gave it away. This year, to save me from tears, I'll give it to someone special. Last Christmas I gave you my heart, but the very next day you gave it away. This year, to save me from tears, I'll give it to someone special. A face on a lover with a fire in his heart. A man undercover, but you tore him apart. I'll give it to someone, I'll give it to someone special. Special. പ്രിയരെ, സത്യത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ നിറവിടമായ ലോകൈകനാഥൻ യേശുവിനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. പ്രകാശഗോപുര മേടയിൽ തിളങ്ങിടും പരമപിതാവാം യേശുനാഥ, കരുണകടാക്ഷം ചൊരിയുക നിത്യം, നിൻ തിരുനാമം പൂജിതമാക്കാൻ ഇടയാക്കിയിടണമേ നാഥ.
ലോകമെമ്പാടും ബദനി ശതാബ്ദിയുടെ നിറവിലാണ്. ബദനിയുടെ എല്ലാ സ്ഥാപനങ്ങളിലും ശതാബ്ദിയുടെ ഭാഗമായിട്ടുള്ള പരിപാടി നടത്തപ്പെടണമെന്ന നിശ്ചയത്തിൽ മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപക പിതാവായ അഭിവന്ദ്യ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജീവിതം ഒരു നൃത്ത നാടക ആവിഷ്കാരം ഞങ്ങൾ അഭിമാന പുരസ്സരം ആരംഭിക്കട്ടെ. ബദനിയുടെ പുണ്യം മാർ ഇവാനിയോസ്. सृष्टि जिससे जागी बीज वही दिव्यवाणी। सारी सृष्टि जिससे जागी बीज वही दिव्यवाणी। कहते हैं सब ज्ञानी, कहते हैं सब ज्ञानी, सत्य सनातन शाश्वत पावन प्रणव की गुंजन एक है बस वही जो है अनंत और अनादि अनादि। सारी सृष्टि जिससे जागी बीज वही दिव्यवाणी। नि सा 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 नि सा ग सा 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 नि सा ग म प म ग म प नि नि म प नि सा 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 नि सा ग सा नि सा 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 नि प नि नि प म प प म ग म म ग म ग।
सारी सृष्टि जिससे जागे बीज वही दिव्यवाणी। പ്രിയരെ, പ്രസിദ്ധമായ മാവേലിക്കരയിലെ പണിക്കരി വീട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അതെ, അവിടെ എന്തെടുക്കുവാ? ഞാൻ ഈ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളവും വളവും കൊടുക്കാം. എന്താ രാവിലെ തന്നെ പതിവില്ലാതെ ഒരു ചോദ്യം പറച്ചിലും? ഓ, ഒന്നുമില്ലെന്നേ. ഒന്നുമില്ലാതെയല്ല, പറയൂ. അതെ, നമ്മുടെ മകൻ ചെറുപ്പം മുതലേ നല്ല വിശ്വാസിയും ദൈവഭക്തിയും ഉള്ളവനായിരുന്നു. അല്ല, ഇപ്പൊ അതിനെന്ത് സംഭവിച്ചെന്നാ നീ പറയുന്നേ? ഇപ്പൊ ഷെമ്മാശനായപ്പോൾ സദാസമയവും എന്തെന്നില്ലാതെ വിഷമത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും കാര്യം? നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ കാര്യം എന്നറിയില്ല. എന്തായാലും നമുക്ക് ചോദിച്ചറിയാം. നിങ്ങൾ ചോദിക്കേ. നീ ചോദിക്കേ. നിങ്ങൾ ചോദിക്കേ. നീ ചോദിക്കേ. എന്താ രണ്ടുപേരും കൂടി ഒരു തർക്കം? പരിഹാരം കാണേണ്ട പ്രശ്നമാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറയുമ്പോൾ എന്തോ ഉണ്ട്. എന്താണെങ്കിലും എന്നോട് പറയൂ. കുറച്ചു നാളായി ഷെമ്മാശൻ എന്തോ ഗാഢമായി ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നു. ആ വിഷമത്തിന്റെ കാര്യം എന്താണെങ്കിലും ഞങ്ങൾക്കറിയണം. നിങ്ങൾ പറയുന്നത് ശരിയാണ്. സങ്കടമുണ്ട്, നിരാശയുമുണ്ട്. പക്ഷേ അത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടക്കമിടണം എന്നൊരു ആശയക്കുഴപ്പം. എന്താണ് ആശയക്കുഴപ്പം? തന്റെ സഭയ്ക്കുള്ളിലെ മേച്ച കാര്യങ്ങൾ നമ്മെ അലട്ടുന്നു. നമ്മുടെ സമുദായത്തിന്റെ ഗതിവിഗതികൾ പല വിധത്തിൽ സാമുദായ കാര്യങ്ങളിൽ ഇടപെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സമുദായ പ്രധാനന്മാർ എന്ന് സ്വയം അഭിമാനിക്കുന്നവർ തമ്മിൽ അസൂയയും മത്സരവും നാം വേണ്ടുവോളം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പള്ളികളായ പള്ളികളിൽ എവിടെയും സമാധാനവും സന്തുഷ്ടിയും കാണപ്പെടുന്നില്ല. തന്റെ പുരോഹിത്യമെന്ന സിദ്ധിയിലൂടെ താൻ നടത്തി വന്ന ദൗത്യ നിർവഹണത്തിൽ തനിക്ക് ലഭിച്ച ഒരു പ്രത്യേക വെളിച്ചം സ്വസമുദായത്തെ ഉദ്ധരിക്കുക എന്നതാണ്. അത് എങ്ങനെ പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. അഭിമന്യരായ പല പിതാക്കന്മാരും ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യമാണ് അങ്ങ് വിജയത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. സർവശക്തനായ തമ്പുരാൻ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അങ്ങക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് അവിടുത്തെ മാതാപിതാക്കളായ ഞങ്ങളും മനമുരുകി പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, അവിടുന്ന് ഈ ദാസന് എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും നൽകണമേ.
മനമുരുകിക്കരയോർക്കാശ്വാസമായി മലമുകളിൽ നിന്നുയരും അതിശക്ത വചനം. മനമുരുകിക്കരയോർക്കാശ്വാസമായി മലമുകളിൽ നിന്നുയരും അതിശക്ത വചനം. ഒഴിയുമൊരുത്സവമഴയായി പറനിറയുമൊരാനന്ദ കൊയ്ത്തായി സാഗര പർവ്വത സമതലമെല്ലാം മോഹന മുരളി നിറഞ്ഞൊഴുകുന്നു. പാവന കീർത്തനമായി പടരും പാരിതിലെങ്ങും മാരുതനായി. വഴിയരികിൽ വീണാലാവിത്തു സത്യം വലുതായി വരുകില്ലെന്നോർത്തുകൊള്ളണം. വഴിയരികിൽ വീണാലാവിത്തു സത്യം വലുതായി വരുകില്ലെന്നോർത്തുകൊള്ളണം. പാറയിൽ വീഴാതെ കാക്കേണമെന്നും പാടത്തു വീഴുവാൻ നോക്കേണമെന്നും അയിത്തവും അനാചാരങ്ങളും നിലനിന്ന കാലത്ത് മനുഷ്യനെ താഴ്ന്ന ജാതിക്കാരനെന്നും ഉന്നത ജാതിക്കാരനെന്നും വേർതിരിച്ചു. ഇവിടെ താഴ്ന്ന ജാതിക്കാരനെ മനുഷ്യനായി പോലും കാണാതിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് നമ്മുടെ അച്ഛൻ ഇറങ്ങിച്ചെന്നു.
1915 കേരളം. മാരിമഴകൾ നനഞ്ചേ മാരിമഴകൾ നനഞ്ചേ ചെറുവയലുകളൊക്കെ നനഞ്ചേ കൂട്ടിയൊരുക്കി പറഞ്ഞേ ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ മാരിമഴകൾ നനഞ്ചേ ചെറുവയലുകളൊക്കെ നനഞ്ചേ കൂട്ടിയൊരുക്കി പറഞ്ഞേ ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ ഓമല ചെന്നിലമാല ചെറു കണ്ണമ്മ കാളി കറുമ്പി ഓമല ചെന്നിലമാല ചെറു കണ്ണമ്മ കാളി കറുമ്പി ചടയന്മാരായ ചെറുമക്കളെല്ലാരും വന്നേ ആയിച്ച മീനെല്ലാം പൊന്മാൻ തിന്നിട്ടും പൊന്മാൻ വന്നെന്നെ കൊത്തുന്നേ വട്ടക്കുട വിളിച്ചോമന തമ്പുരൻ വരമ്പും വീരെ നടക്കുന്നേ ആയിച്ച മീനെല്ലാം പൊന്മാൻ തിന്നിട്ടും പൊന്മാൻ വന്നെന്നെ കൊത്തുന്നേ വട്ടക്കുട പിടിച്ചോമനത്തമ്പുരൻ വരമ്പും മീരെ നടക്കുന്നേ ഏയ് സഹോദര, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഇത് ഏങ്ങടെ വർഗത്തിന്റെ വിധിയാണച്ചോ. വിധി എന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കാതെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മോട് പറയൂ സഹോദര. ഏങ്ങളെ കാണുന്നതും വർത്താനം പറയുന്നതും പാവമാണെന്ന യശമാമാർ പറയുന്നു. പഠിപ്പും വിവരമില്ലാത്ത ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഏങ്ങടെ കൂട്ടരും രാവെന്നോ പകലെന്നോ ഇല്ലാതെ യശമാർക്ക് വേണ്ടി പണിയെടുത്ത് പത്തായം നിറയ്ക്കുന്നു. വിശപ്പാറ്റാൻ മണ്ണിൽ കുഴികുത്തി കാത്തിരിക്കുമ്പോ യശമാന്റെ കിങ്കരന്മാർ വന്ന് മൃഗതുല്യം ഞങ്ങൾ അടിക്കുന്നു. ഞങ്ങളെല്ലാം പാവികളാണ്. അതുകൊണ്ട് ഇതെല്ലാം സഹിക്കണം. ആര് പറഞ്ഞു നിങ്ങൾ പാപികളാണെന്ന്? യശമാരും അവരുടെ കൂട്ടരും. സത്യത്തിൽ ഞങ്ങൾ പാവികളാണോ അച്ചോ? അല്ല, യഥാർത്ഥത്തിൽ നിങ്ങളാണ് ദൈവത്തിന്റെ മക്കൾ. അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും കൂടെയാണ് ദൈവം. എന്തായി പോയ കാര്യം? അച്ചോ, സുവിശേഷ വേലയുമായി ചെന്നിടത്തെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടുന്നു. വിദ്യാഭ്യാസമില്ലായ്മയും അറിവില്ലായ്മ കൊണ്ടും മനുഷ്യൻ മൃഗതുല്യമാകുന്നു. ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ട് മനമടുത്താണ് ഞങ്ങൾ ഇവിടേക്ക് തിരിച്ചത്. നിങ്ങൾ വിഷമിക്കരുത്. സർവശക്തനായ ആ കാരുണ്യവാന്റെ അനുഗ്രഹം നമ്മളിൽ എന്നും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെച്ച കാലെ ഒരിക്കലും പിന്നോട്ട് വെക്കരുത്. ഈ ദുർഗതിയിൽ നിന്ന് നമ്മൾ എങ്ങനെ മുന്നേറും? ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകളെ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുകയും സന്യാസ പരിശീലനം നടത്തുകയും ചെയ്യണം. അതുവഴി സത്യമായ ദൈവവിശ്വാസം അവരിൽ നിറയും. അങ്ങനെ 1 നിന്ന് 100-ലേക്കും 100-ൽ നിന്ന് 1000-ലേക്കും അങ്ങനെ അങ്ങനെ സത്യവിശ്വാസികളെ കൊണ്ട് ഈ നാട് നിറയട്ടെ. അതിന് നമ്മൾ കുറെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും അല്ലച്ചോ? എത്ര കഷ്ടതകൾ അനുഭവിച്ചാലും തമ്പുരാന്റെ കൃപ കടാക്ഷം ഉള്ളിടത്തോളം കാലം നാം എന്തിനു ഭയപ്പെടണം? അപ്പോ ഏനും എന്റെ വർഗക്കാരൻ രക്ഷപ്പെടും അല്ല അച്ചോ? എന്താ സഹോദര സംശയം? ഇന്നു മുതൽ നീയും നിന്റെ കൂട്ടരും എന്റെ ഈ പാത പിന്തുടരുക. നമസ്കാരം ഗുരു. നമസ്കാരം. അങ്ങേക്ക് ഈ ആശ്രമത്തിലേക്ക് സ്വാഗതം. വളരെ കാലമായി അങ്ങയെയും ആശ്രമത്തിനെയും പറ്റി അറിയാനും പഠിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് എന്താണ് അറിയേണ്ടത്?
നമുക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് സന്തോഷമേ ഉള്ളൂ. ചോദിച്ചുകൊള്ളൂ. ഗുരു, ചെറുപ്പം മുതൽ എന്റെ ആഗ്രഹമാണ് സന്യാസം. അത് എന്നിൽ പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നൊരു തോന്നൽ. അതിനാൽ അങ്ങയോട് ഉപദേശം സ്വീകരിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഹിന്ദു ആശ്രമധർമ്മങ്ങളിൽ 4-ാമത്തേതാണ് സന്യാസം. ഞാനിന്നും എന്റേതുമെന്നുൾപ്പെടെയുള്ള ത്യജിക്കുക. സന്യാസത്തിന് ലക്ഷ്യസ്ഥാനം ഒന്നേ ഉള്ളുവെങ്കിലും സന്യാസികളെ അവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെ സ്വഭാവ നിർണയം ചെയ്തിട്ടുണ്ട്. കുടീചികൻ, ബഹൂദകൻ, ഹംസൻ, പരമഹംസൻ, തുര്യൻ, തുര്യാതീതൻ, അവധൂതൻ, അതിവർണാശ്രമി എന്നിങ്ങനെയാണ്. ഇവ തിരിച്ചറിഞ്ഞാൽ അങ്ങേക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും. അങ്ങയിൽ നിന്ന് ലഭിച്ച ഈ അറിവ് എന്നും ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഇതുപോലെയുള്ള ആശ്രമങ്ങൾ ഞാൻ സ്ഥാപിക്കും. എന്റെ സഭാവാസികളെ സത്യവിശ്വാസം മനസ്സിലാക്കി ആശ്രമവാസികളാക്കും. അങ്ങയുടെ ആഗ്രഹം സഫലമാകട്ടെ. ഞാൻ അങ്ങയുടെ കഥകളും കവിതകളും ലേഖനങ്ങളും വായിച്ചു. അങ്ങയുടെ ഒരു ആരാധകനായി എനിക്ക് അങ്ങയോടൊരു സൗഹൃദം ഉണ്ടാക്കണമെന്നുണ്ട്. അങ്ങനെ വളരെ കാലങ്ങൾക്ക് ശേഷം എനിക്ക് ഈ ശാന്തി നികേതനിൽ എത്തിച്ചേരാൻ സാധിച്ചു. എന്നെ കണ്ട് ഒരു സൗഹൃദം ഉണ്ടാക്കുക മാത്രമല്ല അങ്ങയുടെ ലക്ഷ്യം. എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? ടാഗോർജി, അങ്ങ് ബംഗാൾ ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി ബ്രിട്ടീഷ് നിയമങ്ങളെ തിരസ്കരിച്ച് അങ്ങയുടെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ബംഗാളിന്റെ അധപ്പതനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നപ്പോഴും അങ്ങയുടെ ജനതയ്ക്ക് അറിവും വിദ്യാഭ്യാസവും നൽകാൻ വിശ്വഭാരതി പോലുള്ള സർവകലാശാലകൾ നിർമ്മിക്കാൻ അങ്ങയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? പ്രിയമിത്രമേ, നഷ്ടപ്പെട്ടതിന്റെ കണക്കുകൾ കൂട്ടി സമയം കളയാതെ വരും കാലത്തിന്റെ നന്മയെപ്പറ്റി ചിന്തിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അങ്ങയുടെ ഈ ചിന്തകളെ മനസ്സാൽ ഉൾക്കൊള്ളുകൊണ്ട് എന്റെ ജനതയ്ക്കും ഞാൻ അറിവിന്റെ വെളിച്ചം പകരും. മഹാത്മാവേ, വന്ദനം. അങ്ങയുടെ തത്വങ്ങൾ എന്നെ വളരെയേറെ സ്വാധീനിച്ചു. അങ്ങയെ നേരിൽ കാണുവാനും ചിലത് ചോദിച്ചറിയാനുമാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്താണ് എന്നിൽ നിന്നറിയേണ്ടത്? ലോകത്തിന് ഒരു പാഠപുസ്തകമാണ് മഹാത്മാവിന്റെ ജീവിതം. അങ്ങയുടെ ഹിന്ദു സ്വരാജ് എന്ന കൃതി വെറുപ്പിന്റെ സ്ഥാനത്ത് സ്നേഹത്തെ പ്രതിഷ്ഠിക്കുന്ന സുവിശേഷമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. എന്റെ സഭാ അംഗങ്ങൾ തമ്മിൽ വെറുപ്പും വിദ്വേഷവും പകയുമായി പരസ്പരം പോരടിച്ച് അന്ധവിശ്വാസികളായി മാറുന്നു. ഈ ദുർഗതിയിൽ നിന്ന് എങ്ങനെ ഞാൻ അവരെ രക്ഷപ്പെടുത്തും മഹാത്മാവേ? എന്റെ ആയുധം അഹിംസയാണ്. വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക. പരിശുദ്ധ പിതാവിന്റെ വചനങ്ങളിൽ അന്യോന്യം സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് നേരും നന്മയും പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് മൂല്യമുള്ളവരായും സാമൂഹ്യ പ്രതിബദ്ധരാക്കുകയും ചെയ്യുക. അതിന് നിങ്ങൾ ഒരു വഴികാട്ടിയാവട്ടെ. Sigim kalano, o jindu padure.
മധ്യവേനൽ അവധിക്ക് തിരിച്ചെത്തിയ പിതാവ് ഒരു സന്യാസിനി കൂട്ടായ്മയ്ക്ക് രൂപം നൽകാൻ തീരുമാനിച്ചു. അതിനായി അന്ന് നാട്ടിലുണ്ടായിരുന്ന പാവപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും സെറാംപൂറിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. പ്രിയ പുരോഹിതരെ, നമ്മുടെ ദൗത്യത്തിന്റെ ഒന്നാം ഘട്ടം ഒരു പരിധിവരെ വിജയിച്ചു. സന്യാസ കൂട്ടായ്മ കുറച്ചുകൂടി വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി യുവതി യുവാക്കളെ സഭാ സേവനത്തിനായി സെറാംപൂറിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. പിതാവേ, സന്യാസിനി കൂട്ടായ്മയ്ക്ക് ഇവിടെയുള്ളവർ എതിരാണ്. അത് അവരുടെ അറിവില്ലായ്മയാണ്. അവരെ സത്യവിശ്വാസങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വഴിക്ക് എത്തിക്കണം. പിതാവേ, ഇതാ ഒരു സഹോദരി. എന്തിനാണ് നിങ്ങൾക്കറിയുന്നത്? എന്തു തന്നെയാണെങ്കിലും നമ്മോട് പറയൂ. ഞാൻ ഒളശ്ശയിൽ നാലത്ര പോത്തച്ഛന്റെ സഹോദരി. കളപ്പുരയ്ക്കൽ എബ്രഹാം തരകന്റെ ഭാര്യ. എന്റെ ഭർത്താവ് മരണപ്പെട്ടു. മരണശേഷം കടക്കാർ കുടുംബസ്വത്തെല്ലാം ലേലം ചെയ്തെടുത്തു. 7 മക്കളുമായി വളരെ കഷ്ടപ്പാടായിട്ടാണ് ഞാൻ സഹോദരന്റെ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത്. എന്റെ മൂത്ത മകൻ കുഞ്ഞൂഞ്ഞിന് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാമോ പിതാവേ? കുഞ്ഞുഞ്ഞിനെ ഞാൻ സെറാംപൂരിയിലേക്ക് കൊണ്ടുപോകാം. അവൻ അവിടെ സഭാസേവനം നടത്തട്ടെ. മൂത്ത മകൻ ജോലി ചെയ്ത് കുടുംബത്തിന്റെ പരാധീനകൾ മാറ്റുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പിതാവിന്റെ ആഗ്രഹം അങ്ങനെയെങ്കിൽ അതുതന്നെ നടക്കട്ടെ. പിതാവേ, നമ്മുടെ സേവനം കേരളക്കരയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നല്ലത് തന്നെ. പക്ഷേ നമ്മൾ സഭാപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഭാരതീയ സംസ്കാരത്തെയും ആചാരരീതികളെയും ഉൾക്കൊണ്ടു വേണം. ഇവിടെ സ്വജാതികളെന്നും വിജാതികളെന്നും വേർതിരിവില്ലാത്ത പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അത് വേണം. ഏതൊരു ജാതിയെയും മതത്തെയും നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നുണ്ട്.
തെയ്യം എന്നാൽ കേവലം ഒരു നൃത്തരൂപം മാത്രമല്ല. 800-ലേറെ വർഷങ്ങളായി കേരളീയർ ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവമാണ് തെയ്യം ഉത്സവം. ഇന്നും കേരളത്തിലെ പല ഭാഗങ്ങളിലും ജനങ്ങൾ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി തെയ്യത്തെ വരവേൽക്കുന്നു. മയിലാട്ടം കണ്ട് താമസിച്ച് കാളകേറാ പൊന്മലയിൽ കളകളി കണ്ട് താമസിച്ച് ആടുകേറാ മാമലയിൽ ആടുകളി കണ്ട് താമസിച്ച് കുയിലുകേറാ പൊന്മലയിൽ കുയിലുകളി കണ്ട് താമസിച്ച് കൊക്കുകേറാ പൊന്മലയിൽ കൊക്കുകളി കണ്ട് താമസിച്ച് കുതിരകേറാ മാമലയിൽ കുതിരകളി കണ്ട് താമസിച്ച് വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യ ഭഗവാൻ മരം കൊഴിച്ചും കഴിഞ്ഞ് കൊല്ലത്തിലും കുട്ടലിലും നെല്ലും കെട്ടി എടുത്തുകൊണ്ടോരായിരം കുലക്കയും വീശി വരും കാരണോരെ പെരുമയും ഭൂമിയിലും പുലയോരെ കടവാറ പുലമകൾ സരസ്വതി നാവിലാണ് കടവാറ പെരുവയെ ഭൂമികളെ പല പൂവും കൊയ്തെടുത്ത് വരും കാലം പുലയോരെ പഴങ്കല കളിക്കൂട്ട ഒരു പണ്ടി അരക്കൊമ്പ പുകൾപ്പെട്ട പഴങ്കല കളികൾ കൊടുക്കും കല വെള്ളം കയറും വേലികളിൽ നിന്ന് കോഴി പോലെ ഒന്ന് ചുട്ടുപോ കളികൾ ഇരുത്തുണ്ടക്കും ചിരിക്കഥ കണ്ണിലാണ് ചുണക്കഥ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ കുഞ്ഞുമകൻ മേഘനാഥനും സോദരനും സർവരും ഇന്ന് തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടികടക്കാൻ മോഹമുദിച്ചല്ലോ ദശമുഖനോ മോക്ഷത്തിനൊരു
ഒരു പടി കടന്നയ്യ കൊയ്തെടുത്തു ശ്രീരാമൻ രണ്ടാം ശിരസയ്യ ദശമുഖനു മോക്ഷത്തിൻ ഇരുപടി കടന്നയ്യ ആഞ്ജനേയ സ്വാമി അരികത്ത് രാമരാമേതി ജപിച്ചങ്ങു നിന്നു ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പൂത്തിരി കത്തി വിരിഞ്ഞങ്ങു നിന്നു ശ്രീരാമ വരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ കാത്തരുളു ശ്രീരാമ വരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ ഒന്നാനാം അമ്പെടുത്ത് രാമനയ്യണ നേരമതയോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ കൊയ്തെടുത്തു ശ്രീരാമൻ മൂന്നും നാലും ശിരസുകള് ദശമുഖനോ മോക്ഷത്തിൻ പല പടി കടന്നയ്യ കൊയ്തെടുത്തു ശ്രീരാമൻ ബാക്കിയുള്ള ശിരസുകള് ദശമുഖനോ മോക്ഷത്തിൻ വാതിൽ കടന്നേ അയ്യ മനരപ്പടകളിലെങ്ങും രാമജപത്തിനളയും രാമ രാമ ജയ ശ്രീരാമ അമ്പെടുത്ത് രാമനയ്യണ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ കുഞ്ഞുമകൻ മേഘനാഥനും സോദരനും സർവരും ഇന്ന് തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടി കടക്കാൻ മോഹമുദിച്ചല്ലോ കാത്തരുളു ശ്രീരാമ വരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ കാത്തരുളു ശ്രീരാമ വരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ ദശമുഖനോ മോക്ഷത്തിൻ ഒരു പടി കടന്നയ്യ കൊയ്തെടുത്തു ശ്രീരാമൻ രണ്ടാം ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിൻ ഇരുപടി കടന്നയ്യ ആഞ്ജനേയ സ്വാമി അരികത്ത് രാമരാമേതി ജപിച്ചങ്ങു നിന്നു ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പൂത്തിരി കത്തി വിരിഞ്ഞങ്ങു നിന്നു ശ്രീരാമ വരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ കാത്തരുളു ശ്രീരാമ വരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ ഒന്നാനാം അമ്പെടുത്ത് രാമനയ്യണ നേരമതയോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ കൊയ്തെടുത്തു ശ്രീരാമൻ മൂന്നും നാലും ശിരസുകള് ദശമുഖനോ മോക്ഷത്തിൻ പല പടി കടന്നയ്യ കൊയ്തെടുത്തു ശ്രീരാമൻ ബാക്കിയുള്ള ശിരസുകള് ദശമുഖനോ മോക്ഷത്തിൻ വാതിൽ കടന്നേ അയ്യ മനരപ്പടകളിലെങ്ങും രാമജപത്തിൻ അലയൊലിയല്ലോ ലോകരെല്ലാം പാടി സ്തുതിക്കുന്നു രാമ രാമ ജയ ശ്രീരാമ രാമ ശ്രീരാമ വരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ കാത്തരുളു ശ്രീരാമ വരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും
तकती नाद्रदतो आज रह गोरी कापितै ते ततै रह दोंगी तभोगी को तकती नाद्रदतो आज रह गोरी कापितै ते ततै रह दोंगी तभोगी को तकती नाद्रदतो नाच रह गोरी कापितै ते ततै रह दोंगी तभोगी को तकती नाद्रदतो नाच रह गोरी कापितै ते ततै रह दोंगी മേനിയും പിടുത്തതെന്നും കൈയും എന്നേക്കും വാഴവേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തുമാലയും അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ
തടി ചെമ്പുമിരുമ്പും മറ്റും കാലവക വേണ്ടും പണികൾ ഇന്ദേ തത്ത മഹിമയോടരുമകളെല്ലാം ചെയ്യും മനുവിവത്തി തത്തം ദിഗതത്താംഗ്രതത്തെ ഇന്ദേ തത്ത ദൂതരോടൊരുമി ചൗവഴി കൂടി വിധമൊരു തച്ചനു സാദൃശ്യമായി ഇടവോടേയര നാഴിക മുമ്പേ ഇന്ദേ തത്ത വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ തകതാ തകതാ തകതാത്തേ തിഗിതാ തിഗിതാ തിഗിതാത്തേ തകതാത്തേ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ വിധി പോലെ മൃതത്തെ செங்கனி ஊறியவாய் திறந்து நீ ஒரு திருமொழி சொல்ல திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறியவாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா திருமகனே திருமகனே ஒரு நாழிகை பாராய் பெண்ணிற புறவியில் வந்தவனே நேர்விழி மொழிகள் கேளாய் அற்று திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவன் மங்கை மால்விழி அம்புகள் என் மார்புளைத்ததென்ன மங்கை மால்விழி அம்புகள் என் மார்புளைத்ததென்ன நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும் நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும் நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறியவாய் திறந்து நீ ஒரு திருமொழி சொல்லாய்
തിങ്കളന്നിളവിൽ തരള നീർവടിയ കുറ്റപ്പൊയ്കയാടിയവൾ ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാക്ഷിക്കുന്ന മലർ തിരിഞ്ഞതിലൂറും തേനൊന്നു കുടിച്ചിടുവാനേ. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാക്ഷിക്കുന്ന മലർ തിരിഞ്ഞതിലൂറും തേനൊന്നു കുടിച്ചിടുവാനേ. പേരിമ്പക്കനിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വച്ചെഴുത്താനും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്കം വിള്ളിയതില്ല തിരിഞ്ഞ് കണ്ണാടേ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു വിത്തൊരു പെണ്ണാടേ നിന്റെ തേനലും പവിഴച്ചിരിയുന്ന ഞാനൊരു ഉണച്ചിടുമെന്ന് മുട്ടേ മോഹപ്പത്തിന്റെ സ്വത്തെ പുന്നാരക്കുട്ടി തത്തെ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിടുതേവി മുല്ല മലർമണമുള്ളൊരു ദേവി നല്ലൊരു മറുപടി തന്നിടുതേവി മുല്ല മലർമണമുള്ളൊരു ദേവി മാഞ്ഞാലം കൊഞ്ചി കൊഞ്ചി കണ്ണും കെട്ടിച്ചെന്നെ കണ്ടാൽ പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണ് ഈ ഉലകത്തിൽ തേനെ. കുരുവാക്കി എന്നെ നീ ഒട്ടും തള്ളണ്ട കാണാൻ മൊഞ്ചുണ്ടെന്ന് വെച്ച് നിന്നിടം വിട്ട് തുള്ളണ്ട മാനിട തടയാളം മുന്നിടം വിട്ട് കൊള്ളണ്ട മാണിക്കല്ലോടിസ്കിൽ വന്ന് മുട്ട് തുള്ളണ്ട അഞ്ചത്തി ആരബിംബമുലന്ത മുഖന്തിൽ സുന്ദര മഞ്ചത്തി നിന്റെ തേനും പവിടച്ചിരിന്ന് ഞാൻ വിട്ടു തുളച്ചിടുമെന്ന് മുട്ടേ മോഹബത്തിന്റെ സത്തേ പൊന്നാരക്കുട്ടി തത്തേ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിട ദേവി മുല്ല മലർമണമുള്ളൊരു പൂവി നല്ലൊരു മറുപടി തന്നിട ദേവി മുല്ല മലർമണമുള്ളൊരു പൂവി. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ നിന്നിൽ ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ നിന്നിൽ ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. क्या कभी अंबर से सूर्य बिछड़ता है, क्या कभी बिन बाती दीपक जलता है, क्या कभी अंबर से सूर्य बिछड़ता है, क्या कभी बिन बाती दीपक जलता है. कैसी है ये अनहोनी हर रात हुई हम छोड़ गया जो तू कैसे जिएंगे हम. तू ही किनारा तू ही सहारा तू जग सारा तू
ആ രാജ്യത്തിന്റെ ആചാരങ്ങളെയും കലാ സാംസ്കാരികതയും നാം ഉൾക്കൊണ്ടുപോകണം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിറവേറ്റാൻ സാധിച്ചു. ഇന്ത്യയിൽ എല്ലായിടത്തും ലോകത്ത് 155 രാജ്യങ്ങളിൽ സഭയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും കൂട്ടായ്മകൾ ഉണ്ടാക്കുവാനും സാധിച്ചു. പിതാവേ, പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളെ സത്യവിശ്വാസത്തിലൂടെ നമ്മുടെ കൂടെ കൂട്ടുവാൻ കഴിഞ്ഞു. അവരുടെ അറിവില്ലായ്മ മനസ്സിലാക്കി വിദ്യാഭ്യാസവും എന്റെ പാത പിന്തുടർന്ന് നിങ്ങൾ നടത്തിയ സേവനങ്ങൾ എന്നും മഹത്വവൽക്കരിക്കപ്പെടും. പക്ഷേ ഏതൊരു രാജ്യത്താണ് നമ്മൾ സഭാപ്രവർത്തനങ്ങൾ നടത്തുന്നത്, ആ രാജ്യത്തിന്റെ ആചാരങ്ങളെയും കലാ സാംസ്കാരികതയും നാം ഉൾക്കൊണ്ടുവേണം പ്രവർത്തിക്കാൻ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. ഈശോയുടെ അനുഗ്രഹമുള്ള അങ്ങയുടെ ഇച്ഛ പോലെ എല്ലാം നടക്കുമാറാകട്ടെ. Yeah.
സന്യാസത്തിന് മാത്രമേ സഭയെ അനേക നാളത്തെ പ്രാർത്ഥനയുടെയും Is it true that you want it? Then act like you mean it. With everyone watching, it's truth or dare, can you feel it? La 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 I dare you. നമ്മുടെ എല്ലാ സഭാകേന്ദ്രങ്ങളും ബദനി എന്ന You have arrived, it's the place, no more doubts, the time is coming. You how the planets become one, like a drum, destiny's calling. German, Colombian, Spanish and French, off the bench, you gotta own it. Down here we play, like we dance, it's Brazil, and now you know it. Is it true that you want it? Then act like you mean it. With everyone watching, it's truth or dare, can you feel it? La 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 How dare you? Is it true that you want it? Then act like you mean it. The whole world is watching. It's truth or dare, can you feel it? Feel it, feel it, feel it, feel it. La 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 la. മറ്റുള്ളവരെല്ലാം അവരെല്ലാം മഠത്തിലുണ്ട്. ഞാൻ കുറച്ചു ദിവസമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നു. എന്തെന്നാൽ സന്യാസത്തിന് മാത്രമേ സഭയെ ആത്മീയ തലത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി അനേക നാളത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിലൂടെയും ഒരു ഉൾവിളി പോലെ വിശുദ്ധ ബൈബിൾ പ്രാർത്ഥനയോടെ തുറന്നപ്പോൾ കിട്ടിയ നാമം ബഥാനിയ എന്നാണ്. ലാസറിന്റെ ഭവനം സ്ഥിതി ചെയ്യുന്ന ഗ്രാമം ബഥാനിയ. ലാസറും സഹോദരിമാരായ മാർത്തയും മറിയയും താമസിക്കുന്ന ബഥാനിയയിലെ ഭവനം. യേശുദേവൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ലാസറിന്റെ ഭവനത്തിലാണ്. അവരുടെ സഹോദര കൂട്ടായ്മയാണ് അതിന് കാരണം. അപ്പോൾ നമ്മുടെ സന്യാസ സമൂഹത്തിന്റെ നാമം ബഥാനിയ എന്നാണോ? പല പേരുകൾ പലരും നിർദ്ദേശിച്ചു. പക്ഷേ അതൊന്നും യോജിച്ച പേരുകളെയല്ല. മനസ്സിലാക്കിയ നാം ബദനി എന്ന നാമകരണം നടത്തുന്നു. ഇനി മുതൽ നമ്മുടെ എല്ലാ സഭാകേന്ദ്രങ്ങളും ബദനി എന്ന നാമത്തിൽ അറിയപ്പെടും. പിതാവേ, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മക്കളെ, നിങ്ങളെ ചൊല്ലിയാണ് ഞാൻ ഈ കുരിശു വഹിക്കുന്നത്. അതെന്താ പിതാവേ അങ്ങനെ പറയുന്നത്? കാരണം മെത്രാൻ സ്ഥാനത്തേക്ക് പല പ്രാവശ്യം എന്റെ പേര് നിർദ്ദേശിച്ചെങ്കിലും അന്നെല്ലാം ഞാനത് തിരസ്കരിച്ചു. എന്നാൽ സ്ത്രീ സന്യാസം നിഷിദ്ധമായ കാലത്ത് മലങ്കരയിൽ ഞാൻ പരിശീലിപ്പിച്ച പെൺകുട്ടികളെ സന്യാസ പ്രതിഷ്ഠ ഒരു മെത്രാന് മാത്രമേ സാധിക്കൂ എന്ന ഘട്ടത്തിലാണ് ബദനി ബാലിക മഠം എന്ന പേരിൽ നങ്ങ്യാകുളത്ത് പെൺകുട്ടികൾക്കായി ഒരു വിദ്യാലയം സ്ഥാപിച്ചു. കൂടാതെ നാടിന്റെ നാനാഭാഗത്തും അച്ചടിശാല,
തയ്യൽ, ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങൾ, കൂടാതെ വിദ്യാഭ്യാസം, ആതുര സേവനം, അനാഥരുടെയും അശരണരുടെയും സംരക്ഷണം, സാമൂഹ്യക്ഷേമ പ്രവർത്തനം എന്നീ രംഗങ്ങളിലൂടെ സ്ത്രീ ജനോദ്ധാരണം കൂടുതൽ ഫലപ്രദമാക്കാൻ നമുക്ക് സാധിച്ചു. അതിനാൽ ഈ പ്രവർത്തനങ്ങൾക്ക് ആദ്യകാല സന്യാസിനികളായ നിങ്ങൾ 10 പേരും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞങ്ങൾ സദാ ഈ പ്രവർത്തനങ്ങളിൽ പിതാവിന്റെ അനുഗ്രഹത്താൽ മുന്നോട്ടു പോകും. നല്ലത്. ദൈവം നിങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകട്ടെ. പറ്റി ചിന്തിക്കുമ്പോൾ സ്ഥാപക പിതാവിന്റെ ചൈതന്യം, പിതാവിന്റെ ജീവിത മാതൃക, ഉപദേശങ്ങൾ ഇവയൊക്കെ നമ്മൾ പഠന വിഷയമാക്കണം. ഇതിനൊക്കെ പുറമെ നമ്മുടെ കർത്താവിന്റെ സ്ത്രീകളോടുള്ള സമീപനം ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ഇനി സ്ത്രീജനോദ്ധാരണത്തെ പറ്റി ചിന്തിക്കാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അറിവില്ലായ്മയുടെയും അഹങ്കാരത്തിന്റെയും കുതിരപ്പുറമേറിയ സമൂഹത്തെ മൗഢ്യത്തിന്റെ പുറങ്കാഴ്ചകളിൽ തട്ടിമാറ്റിയ ആ താപസ ശ്രേഷ്ഠൻ രോഗാതുരനായി 1953 ജൂലൈ 15 കാലം ചെയ്തു. ഇവാനിയോസ് പിതാവിനാൽ ലോകത്തിന്റെ നാനാഭാഗത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര സേവനം, അനാഥാലയങ്ങൾ, വിവിധ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എന്റെ സഹോദരങ്ങളുടെ പുനരൈക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, മലങ്കര കത്തോലിക്ക സഭയിൽ കത്തിച്ചൊലിച്ച് സ്വന്തം ജീവിതം സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി അർപ്പിച്ച മാർ ഇവാനിയോസ് പിതാവിന്റെ മധ്യസ്ഥം കൽപ്പാന്ത കാലത്തോളം നമുക്ക് ഉണർവും ഊർജവുമായി തീരട്ടെ. അടുത്ത ഒരു പരിപാടിയോടുകൂടി നമ്മുടെ ഈ വാർഷികാഘോഷങ്ങൾക്ക് തിരശ്ശീലയിടുമ്പോൾ നന്ദിയുടെ ഒരു വാക്ക് പറയുവാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുക. പരമകാരുണികനായ ദൈവം ഈ ഒരു വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും തമ്പുരാന്റെ സന്നിധിയിൽ താഴ്മയോടെ ചെയ്യുവാനുള്ള കൃപ തന്നതിനെ ഓർത്ത്, ഇന്നത്തെ ഒരു ദിവസത്തെ മനോഹരമാക്കുവാൻ തന്ന എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഒറ്റ വാക്കിലൂടെ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സ്കൂൾ മാനേജർ സിസ്റ്റർ ജ്യോതി, ഇവിടെ ആയിരുന്ന അതിഥികൾ ഓരോരുത്തരും, സന്യാസ സമൂഹത്തിലെ ബഥനി സന്യാസ സമൂഹ അധികാരികൾ ഓരോരുത്തരോടും, ഇന്നത്തെ പ്രവർത്തനങ്ങളുടെ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിച്ച രാധിക മാം, ഷിജി മാം, ജെസ്സി മാം, വിവിധ കമ്മിറ്റികളും അതിൻ്റെ കോർഡിനേറ്റേഴ്സും പ്രിയപ്പെട്ട അന്നമ്മ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇന്നത്തെ പന്തൽ സ്റ്റേജ് ക്രമീകരണങ്ങൾ ചെയ്ത ഗീവർഗീസ് ആൻഡ് ടീം, ലൈറ്റ് ആൻഡ് സൗണ്ട് LED ക്രമീകരിച്ചു വന്ന ഈ സ്കൂളിൻ്റെ തന്നെ പ്രോഡക്റ്റായ മാത്യൂസ് ആൻഡ് ടീം, ഫുഡ് ആൻഡ് വാട്ടർ, ഹാർട്ടി കേറ്റേഴ്സ്, ബേബി ചേട്ടൻ ആൻഡ് ഡാഫോഡിൽസ്, ഇന്നത്തെ റെക്കോർഡിംഗ് തയ്യാറാക്കി തന്ന സ്ട്രിങ് ആൻഡ് ലയം സ്റ്റുഡിയോ, ഇന്നത്തെ ഈ കാര്യപരിപാടികൾക്കെല്ലാം ചുക്കാൻ പിടിച്ച് ഊടും പാവം നൽകിയ ഡിയർ സുനി സാർ ആൻഡ് മേഴ്സി മാം, അഖില മാം, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയെ ഇവിടെ കൊണ്ടുവരുവാനായിട്ട് ഏറെ പരിശ്രമിച്ച അതിനുള്ള എല്ലാ ക്രമീകരണവും ചെയ്തു തന്ന മൂവാറ്റുപുഴ DYSP നമ്മളുടെ പേരൻ്റാണ് മിസ്റ്റർ സജി മർക്കോസ്, ഇന്നത്തെ ആർച്ച് ക്രമീകരിച്ചു തന്ന യൂണിഫോംസ്,
ഇന്നത്തെ ബാൻഡ് മേളം ക്രമീകരിച്ച മിസ്റ്റർ ബിച്ചു തോമസ്, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഡിയർ പേരൻസ്, പൂർവ്വ വിദ്യാർത്ഥികൾ, എങ്ങനെയാണ് നിങ്ങളോടെല്ലാം നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും കാരണം ഇന്നത്തെ ദിവസത്തെ ഇത്രയും അനുഗ്രഹകരമാക്കി കളർഫുള്ളാക്കി തീർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും കാണിച്ച സഹകരണം, സ്നേഹം, പ്രത്യേകിച്ച് ബഥനിയുടെ ഈ ശതാബ്ദി വർഷത്തിൽ ബഥനിയെക്കുറിച്ച് ഈ സമൂഹത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരോടുള്ള സ്നേഹവും നന്ദിയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ല ദിനവും നല്ല രാത്രിയും ഒപ്പം ക്രിസ്മസ് നാളിലേക്ക് കടക്കുന്ന ഈ നാളുകളിൽ ഈശോയുടെ ജന്മവാർത്തയുമായി നമുക്കും സമൂഹത്തിൻ്റെ മുൻപിലേക്ക് ഇറങ്ങാം. അടുത്ത ഒരു പരിപാടിയോടുകൂടി നമ്മുടെ ഇന്നത്തെ വാർഷിക ആഘോഷങ്ങൾക്ക് തിരശ്ശീലയിടുന്നു. നന്ദി, നമസ്കാരം. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിശുദ്ധിയുടെയും നാളുകളാണ് ക്രിസ്മസ്. വർണ്ണങ്ങളാലും വാദ്യഘോഷങ്ങളാലും ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ സന്തോഷത്തിന് മാറ്റുകൂട്ടുവാനായി വർണ്ണപുഷ്പങ്ങളുമായി ഒരു വൃന്ദം നർത്തകർ. നമുക്കും ചേരാം അവരോടൊപ്പം. Rangila tara,
இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத. அற்புதங்கள் புரிய போகுதே, அற்புதங்கள் புரிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. बहाया खोया हुआ मुझे ढूंढ कर तू आया. जख्मी में था आंसू में बहाया खोया हुआ मुझे ढूंढ कर तू आया. वाचा तूने मेरे साथ किया, सब कुछ तूने लौटा दिया. वाचा तूने मेरे साथ किया, सब कुछ तूने लौटा दिया. लो 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 स्तुति करूँगा. लो स्तुति करूँगा. Holy Spirit liberator, tell me what I ought to know. The Holy Spirit mediator, got me today what I ought to. Holy Spirit elevator, shut the door, open doors, do it your own way. Holy Spirit liberator, tell me what I ought to know. The Holy Spirit mediator, got me today what I ought to. Holy Spirit elevator, shut the door, open doors, do it your own way. Hosanna, 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 let me be in fellowship with you. Hosanna, 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 let me be in fellowship with you. Take the wheel, take a roll, put that shit would have fallen. Thank you, Father, for your mercy. One more time, let it be a perfect time. Do it your own way. Father, Son, and Holy Spirit, take the wheel, take a roll, put that shit would have fallen. Thank you, Father, for your mercy. One more time, let it be a perfect time. Do it your own way. Hosanna, 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 let me be in fellowship with you. Hosanna, 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 let me be in fellowship with you. Oh, your goodness made me stand. Oh, your kindness made me great. Oh, your favor made me rise. Oh, your mercy saved my life.
മാനങ്ങൾ രാജാക്കന്മാർ വാഴ്ത്തിപ്പാടി ലോകത്തായി വാഴ്ത്തുന്നേ സ്നേഹത്താലെ രാജാതിരാജനേ എന്റെ മാർഗദീപമേ എൻ ജീവധാരയിൽ ചൈതന്യമാകണേ ഉൾക്കൂട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ ഒട്ടാസു പൂക്കുത്തി കമ്പിത്തിരി മത്താപ്പു റോക്കറ്റ് ചെമ്പൂത്തിരി ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണിവിരണ്ടല്ലോ പിന്നിൽ താരകൾ പുൽകി തൂകി മണ്ണിൽ കോരിയ നാളങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എങ്ങും ആഘോഷമുണരുകയാ हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे